ഇവിടെ 7 2 1 ഗുണം 3 4 1 മൈനസ് 7 2 1 ഗുണം 3 4 1. ഇവിടെ രണ്ടിടത്തും 7 2 1 ഒരുപോലെ ഉണ്ടായതുകൊണ്ട് അതിന് വെളിയിലെടുക്കും. പിന്നെ ഇവിടെ എന്തുണ്ട്? 3 4 1 മൈനസ് 2 4 1. അതായത് 7 2 1 ഇൻറ്റു 3 4 2 4 പോകെ 1. 7 1 കൂടെ ഗുണിച്ചാൽ 7 2 1 തന്നെ സെയിം ആണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ നമ്മൾ ആദ്യം 4 1 പറഞ്ഞാൽ കാലാണ്, 2 1 പറഞ്ഞാൽ അരയാണ്, 2 1 അര, 4 1 കാല്, 4 3 മുക്കാൽ. അത് ഓർത്തിരിക്കുക. 7 2 1 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 3 4 2 4 പോകെ 1, 2 4 1 3 4. 7 ഗുണം 1 മനസ്സിൽ കണക്ക് കൂട്ടാം നമുക്കത്. 7 ഗുണം 3 4 2 4 പോകെ 1. ഇത് വിശദമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇത്രയും ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 3 4 2 4 പോകെ 1, 7 ഒന്നുകൂടെ വിളിച്ചാൽ 7 തന്നെ. 5 2 1 വർഗ്ഗം എത്ര? ഇതിനെ മാറ്റണം. 5 2 1 മാറ്റാം നമുക്ക്. മിശ്രം ഇന്നത്തെ വിഷമില്ല. ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് ഇത് കൂട്ടുക. 5 ഗുണം 2 പ്ലസ് 1/2, അതായത് 10 പ്ലസ് 1/2, 11/2. ഇതിൻ്റെ വർഗ്ഗമാണ് ചോദിച്ചേക്കുന്നത്. 11/2 വർഗ്ഗം എന്ന് പറഞ്ഞാൽ 11² 2², അതായത് 121/4. 121നെ 4 കൊണ്ട് ഹരിക്കുക. 4 30, 120, ശിഷ്ടം 1. ഇവിടെ ഹരണഫലം ആദ്യം എഴുതുക 30. എത്ര ശിഷ്ടം വന്നത് മുകളിൽ എഴുതുക 1. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 4 കൊണ്ട്. 30ഉം 4ൽ 1. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 5 2 1 നമ്മൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നം ആക്കുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 5 ഗുണം 2 പ്ലസ് 1/2, അതായത് 10 പ്ലസ് 1/2 11/2. അതിൻ്റെ സ്ക്വയർ എടുക്കുക. 121/4. 121നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 30 വരും. ഹരണഫലം ശിഷ്ടം 1. ഹരണഫലം ആദ്യം 30 കൊണ്ട് എഴുതുക, ശിഷ്ടം മുകളിൽ 1 എഴുതുക, പിന്നെ എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ അത് അടിയിൽ എഴുതുക. 4 30 4 ഓപ്ഷൻ സി ആണ് ഉത്തരം.